സാമന്ത എല്ലാവർക്കും ഇഷ്ടമുള്ള നടിയാണ്. പക്ഷേ ഈ ഇഷ്ടം അവരുടെ അഭിനയത്തോടാണ്. അതിനപ്പുറം ചെയ്ത ചില കാര്യങ്ങളിൽ അവർ വിവാദത്തിൽപ്പെട്ട സമയമാണിത്. മറ്റൊന്നുമല്ല, നടി ഡോക്ടർ ആയാൽ എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ. സാമന്ത ഒരു ഒറ്റമൂലിയെക്കുറിച്ച് സംസാരിച്ചു. അത് വലിയ പുലിവാലായി. ജലദോഷവും കഫക്കെട്ടും ശ്വാസം മുട്ടും എല്ലാം വരുമ്പോൾ ആവി പിടിക്കുന്നത് നമ്മുടെ എല്ലാം ശീലമാണ്. അത് ഡോക്ടർമാർ തന്നെ പറയാറുമുണ്ട്. ചിലപ്പോൾ നമ്മൾ തുളസിയിലെയോ പനിക്കൂർക്കയിലെയോ ഒക്കെ ഇട്ട് വെള്ളം ചൂടാക്കും. ചിലരാകട്ടെ വിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാമുകളോ ഒക്കെ ഉപയോഗിക്കും. ചിലർ മെന്തോളിട്ടും ആവി പിടിക്കും. ആവി പിടിക്കാൻ തന്നെയാണ് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാമന്ത ഉപദേശിച്ചത്. പക്ഷേ അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ലയിപ്പിച്ച് ആവി പിടിക്കണമെന്നായിരുന്നു. ഇൻസ്റ്റാ പോസ്റ്റിലാണ് ഇങ്ങനെ ഒരു ഉപദേശം സാമന്ത നൽകിയത്. വൈറൽ ഇൻഫെക്ഷനുകൾക്ക് നല്ല പ്രതിവിധിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉപദേശം. ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത് ആവി പിടിച്ചാൽ മറ്റു മരുന്നുകൾ കഴിക്കേണ്ടതില്ലെന്നുകൂടി അവർ പറഞ്ഞു വെച്ചിരുന്നു. സാധാരണ പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് ഇതൊരു ഉഗ്രൻ ബദൽ ചികിത്സയെന്നായിരുന്നു സാമന്തയുടെ വിശദീകരണം. ഗുളിക കഴിച്ച് ആരോഗ്യം കളയേണ്ട, മാജിക് പോലെ പനിയും ജലദോഷവും വൈറൽ ഇൻഫെക്ഷനും ഒക്കെ മാറുമെന്ന് സാമന്ത അങ്ങ് പറഞ്ഞുപോയി. പക്ഷേ സാമന്തയുടെ ഉപദേശം വലിയ പ്രശ്നമായി. ഡോക്ടർമാർ വിരുദ്ധാഭിപ്രായവുമായി രംഗത്തെത്തി. ദ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് ആണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ആരോഗ്യശാസ്ത്ര കാര്യങ്ങളിൽ സാമന്ത അജ്ഞയാണെന്ന് ഡോക്ടർ തുറന്നടിച്ചു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യുന്നതിലെ അപകടങ്ങൾ ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് അക്കമിട്ട് നിരത്തുകയും ചെയ്തു. സത്യത്തിൽ സംഭവം എന്താണെന്ന് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മളെല്ലാം ഉപയോഗിക്കാറുള്ളതാണ്. മുറിവുണ്ടാകുമ്പോഴും മറ്റും കഴുകി വൃത്തിയാക്കാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയാണ് പലപ്പോഴും മരുന്ന് വെച്ച് കെട്ടാറ്. ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് നെബുലൈസ് ചെയ്യാൻ പറഞ്ഞത് ഇത്ര ചൂടേറിയ ചർച്ചയായത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് നോക്കാം. നെബുലൈസർ വഴി നെബുലൈസ് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് ചെല്ലുന്നത്. പലപ്പോഴും ആസ്മ രോഗികൾക്കൊക്കെയാണ് മരുന്ന് ഇങ്ങനെ എത്തിക്കാറുള്ളത്. സാമന്ത പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ നേർപ്പിച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് ആവിയായി ശ്വാസകോശത്തിലേക്ക് എത്തും. ഹൈഡ്രജനും ഓക്സിജനും ഉൾക്കൊള്ളുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആന്റിസെപ്റ്റിക്, ആന്റി ഓക്സിഡന്റ്, ഡിസ്ഇൻഫെക്റ്റിംഗ് ഏജന്റ് എന്നീ നിലകളിലൊക്കെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുള്ളത്. വലിയ തോതിൽ കോൺസെൻട്രേറ്റഡ് ആയ ഈ രാസവസ്തു നെബുലൈസ് ചെയ്ത് ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് വായുവിലെ മറ്റു വസ്തുക്കളുമായോ നെബുലൈസർ ഉപകരണത്തിലെ അവശിഷ്ടങ്ങളുമായോ ചേരാൻ സാധ്യതയുണ്ട്. ഇത് ദോഷകരമായ ഉൽപ്പന്നങ്ങളോ വാതകങ്ങളോ ഉൽപ്പാദിപ്പിക്കാൻ ഇടയാകുമെന്നാണ് ഏജൻസി ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് ഡിസീസസ് രജിസ്ട്രി അഭിപ്രായപ്പെടുന്നത്. ഈ ഉൽപ്പന്നങ്ങളോ രാസവസ്തുക്കളോ വാതകങ്ങളോ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ വരെ തകരാറിലാക്കിയേക്കാം. ശ്വാസനാളത്തിൽ വീക്കമുണ്ടാക്കാം. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാൻ പറയുന്നവരുടെ വാദം ഈ രീതി ശ്വാസനാളത്തെ ശുദ്ധീകരിക്കുമെന്നും രോഗകാരികളെ കൊല്ലുമെന്നും അണുബാധ തടയാൻ സഹായിക്കുമെന്നും ഒക്കെയാണ്. എന്നാൽ സംഭവിക്കുക നേർവിപരീത കാര്യങ്ങളാണ്. ഏതെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ച് നെബുലൈസ് ചെയ്യുന്നതിനെ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിക്കുന്നുമില്ല. വലിയ അപകടമുള്ളതാണ് ഇത്തരം രീതികളെന്നാണ് അവരുടെ വാദം. എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ആവി പിടിക്കുന്നത് അപകടകരമാണെന്ന് പറയുന്നത്? കുറച്ച് വിശദീകരണങ്ങൾ കൂടി ആരോഗ്യ വിദഗ്ധർ നൽകുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിക്കുന്നത് ശ്വാസനാളത്തിലെ മ്യൂക്കോസൽ ലൈനിങ്ങിനെ തകർക്കും. ഈ ലൈനിങ് ആണ് ശ്വസിക്കുമ്പോൾ മൂക്കിലൂടെ എത്തുന്ന പൊടിയും വിഷവസ്തുക്കളും ഒക്കെ ശ്വാസനാളത്തിൽ എത്താതെ ചെറുക്കുന്നത്. മ്യൂക്കോസൽ ലൈനിങ് കേടായാൽ പൊടിയും വിഷവസ്തുക്കളുമെല്ലാം ശ്വാസനാളത്തിലും അതുവഴി ശ്വാസകോശത്തിലും എത്താം. കോൺസെൻട്രേഷൻ കൂടിയ രാസവസ്തുവായ ഹൈഡ്രജൻ പെറോക്സൈഡ് നേർപ്പിച്ചിട്ടാണെങ്കിൽ പോലും ശ്വസിക്കുന്നത് മ്യൂക്കോസൽ ഇറിറ്റേഷന് കാരണമാകും. മ്യൂക്കോസൽ പാളികൾക്ക് വീക്കം, അസ്വസ്ഥത എന്നിവ ഉണ്ടാകാൻ ഇത് കാരണമാകും. ഇതുമൂലം മൂക്കിലോ ശ്വാസനാളത്തിലോ നീർക്കെട്ട്, വേദന, പുകച്ചിൽ, വരണ്ട അവസ്ഥ എന്നിവയുണ്ടാകാം. ചിലപ്പോൾ വലിയ തോതിൽ നീരും കെട്ടാം. 3% അളവിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ശരീരത്തിൽ എത്തിയാൽ പോലും മ്യൂക്കോസൽ ഇറിറ്റേഷനോ ചിലപ്പോൾ ശ്വാസതടസ്സം വരെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളിലെത്തുന്നത് ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്ന പൾമണറി എഡിമയ്ക്ക് വഴിവെക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് കാര്യമായ ശ്വാസതടസ്സത്തിനും രക്തത്തിലെ കുറഞ്ഞ ഓക്സിജൻ അളവിലേക്കും നയിക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ശ്വാസം മുട്ടലിന് വീണ്ടും ചിലപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് തന്നെ നെബുലൈസ് ചെയ്താൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്വാസകോശത്തിൽ അണുബാധയുണ്ടാക്കുന്ന ന്യൂമോണൈറ്റിസ് എന്ന രോഗാവസ്ഥയ്ക്കും ഇത് കാരണമാകും. ക്യൂരിയസ് എന്ന ജേണലിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണമുള്ളത്. ന്യൂമോണൈറ്റിസ് ബാധിച്ചാൽ ശ്വാസതടസ്സം, നെഞ്ചുവേദന,
ചുമയ്ക്കുമ്പോൾ രക്തം വരിക തുടങ്ങിയ അവസ്ഥകളുണ്ടാകാം. ഹൈഡ്രജൻ പെറോക്സൈഡ് സൈറ്റോടോക്സിക് ഇനത്തിൽ പെടുന്നതാണെന്നാണ് മുംബൈയിലെ പ്രമുഖ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ റൂഹി പർസാദ ഓൺലി മൈ ഹെൽത്തിൽ എഴുതിയ ലേഖനത്തിൽ വിവരിക്കുന്നത്. നേർപ്പിച്ചതാണെങ്കിൽ കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ശ്വസിക്കുന്നത് കോശമരണത്തിന് കാരണമാകും. ശ്വാസനാളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ശ്വാസകോശത്തിലെ സെൽ ലൈനിങ്ങിന് അപകടകരമാണ്. കോശസ്തരങ്ങൾ നശിച്ചു പോകാൻ സൈറ്റോടോക്സിക് ആയ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള രാസപദാർത്ഥങ്ങൾ വഴിവെക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, കോശപ്രവർത്തനങ്ങൾ തടസ്സപ്പെടലും കോശമരണവും സംഭവിക്കുന്നത് ആരോഗ്യം തളർത്തുന്നതും ചിലപ്പോൾ മാരക രോഗങ്ങളിലേക്കും നയിക്കാവുന്നതുമാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ വിശദീകരിക്കുമ്പോഴും സാമന്ത തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ചൂണ്ടിക്കാട്ടി 3 പേജുള്ള വിശദീകരണവും സാമന്ത പോസ്റ്റ് ചെയ്തു. അതിൽ പറയുന്നത് താൻ 25 വർഷം പ്രവൃത്തി പരിചയമുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് നേർപ്പിച്ച് നെബുലൈസ് ചെയ്യുന്നതെന്നും ആർക്കും ദോഷം വരുത്താൻ വേണ്ടിയല്ല പറഞ്ഞതെന്നുമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുന്ന ഡോക്ടർമാർ തന്റെ ഡോക്ടറുമായി സംവാദത്തിന് തയ്യാറാകണമെന്നും സത്യമെന്താണെന്നറിയാൻ തനിക്കും ലോകത്തിനും ആഗ്രഹമുണ്ടെന്നും സാമന്ത പറഞ്ഞു. അതേസമയം സാമന്ത നൽകിയ മറുപടിയെയും വിമർശിക്കുകയാണ് മുതിർന്ന ഡോക്ടർമാർ. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം സാമന്ത ആരോഗ്യരംഗത്ത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് പറയുന്നു.